ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവം തുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചെമ്പൈ പുരസ്കാരം കുമാരി എ കന്യാകുമാരിക്ക് സമ്മാനിച്ചു. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയ PS വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂരും ചെമ്പൈയും അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ഗുരുവായൂരും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് 12ാമത്തെ വയസ്സിലാണ് പിതാവായ അനന്ത ഭാഗവതരോടൊപ്പം ചെമ്പൈ ആദ്യമായി ഗുരുവായൂരിലെത്തുന്നത്. പിതാവിനോടൊപ്പം ക്ഷേത്രത്തിൽ കച്ചേരി നടത്തിയപ്പോൾ ആരാധകർ സന്തോഷത്തോടെ നൽകിയ സമ്മാനങ്ങൾ അപ്പോൾ തന്നെ ഭഗവാന് സമർപ്പിച്ചു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് എല്ലാ വർഷവും ഗുരുവായൂരിലെത്തി കച്ചേരി നടത്തുവാൻ ചെമ്പൈക്ക് ക്ഷേത്രം അധികൃതർ പ്രത്യേകം അവസരം നൽകി. 1931 കോഴിക്കോട് സാമൂതിരി കോവിലകത്ത് കച്ചേരിക്ക് ഇരുന്നപ്പോൾ ചെമ്പൈ ഭാഗവതർക്ക് ശബ്ദം പുറത്തു വന്നില്ല. പരിഭ്രാന്തനായ ചെമ്പൈ അന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞു. വളരെ വിഷമത്തോടെ സാമൂതിരിപ്പാടിൻ്റെ അനുമതിയോടെ കാറിൽ ഉടനെ തന്നെ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. കുളി കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ച് തൻ്റെ അജ്ഞതയും തെറ്റും ഏറ്റുപറഞ്ഞു. പൊറുക്കാൻ അപേക്ഷിച്ചു. പക്ഷേ കീർത്തനം പാടുവാൻ ഭാഗവതർക്ക് സാധിച്ചില്ല. ശബ്ദം തടസ്സപ്പെട്ടു. വളരെ വിഷമത്തോടെയുള്ള ഭാഗവതരെ അജ്ഞാതനായ ഒരാൾ തോളിത്തട്ടി സമാധാനിപ്പിച്ചു. എല്ലാം ഭഗവാൻ കാക്കുമെന്ന് പറഞ്ഞു. ആ അപരിചിതൻ ഒരു ഗുളിക ഭാഗവതർക്ക് നൽകി. ഗുളിക ഉള്ളിൽ ചെന്നതോടെ ഭാഗവതർക്ക് അടഞ്ഞ ശബ്ദം തിരിച്ചു കിട്ടി. ഉച്ചത്തിൽ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം ഗംഭീരമായ ശബ്ദമാധുരിയോടെ ആലപിച്ചു. മരുന്ന് നൽകിയ അജ്ഞാതനെ അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെമ്പൈക്ക് ഔഷധം നൽകിയത് മറ്റാരുമല്ലെന്നും സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്നും തൊട്ടടുത്ത് നിന്നിരുന്ന വൃദ്ധനായ നമ്പൂതിരി കൂട്ടിച്ചേർത്തു. അത് കേട്ടപാടെ കൂടി നിന്നവരെല്ലാം ഭഗവൻ നാമം കൂട്ടത്തോടെ ഉരുവിട്ടു. ധന്വന്തരിമൂർത്തിയുടെ കടാക്ഷം അനുഭവിച്ച ചെമ്പൈ ഭാഗവതർ അന്ന് തൊട്ട് എല്ലാ വർഷവും വൃശ്ചികമാസത്തിലെ ഏകാദശി നാളിൽ ഗുരുവായൂരിൽ സംഗീത പുഷ്പാഞ്ജലി നടത്താൻ തീരുമാനിച്ചു. തുടർന്ന് മരണം വരെയും ആ വ്രതത്തിന് അദ്ദേഹം തടസ്സം വരുത്തിയില്ല. മാത്രമല്ല തന്നോടൊപ്പം പ്രഗത്ഭ സംഗീതജ്ഞരായ MS സുബ്ബലക്ഷ്മി, ശെമ്മാങ്കുടി തുടങ്ങിയവരെയും കൂടി ഗുരുവായൂരിൽ എത്തിച്ചു. ഗുരുവായൂരപ്പൻ്റെയും ഏകാദശിയുടെയും മാഹാത്മ്യം സംഗീതജ്ഞരെ ധരിപ്പിച്ച് പ്രചാരം നൽകി. കൂടാതെ തനിക്ക് കിട്ടുന്ന സമ്മാനം മുഴുവൻ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ നടത്തുവാനും അദ്ദേഹം വിനിയോഗിച്ചു. കൂടെയുള്ളവരോട് ചുറ്റുവിളക്കും മറ്റ് വഴിപാടുകളും നടത്തുവാൻ അദ്ദേഹം ഉപദേശിച്ചു. ഏകാദശി നാളിൽ ശ്രീലകത്തിന് മുന്നിൽ തുടങ്ങിയ സംഗീതാരാധന തിരക്ക് വർദ്ധിച്ചതോടെ വാതിൽ മാടത്തിലായി. പിന്നീട് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക സ്റ്റേജിലായി കച്ചേരി. പിന്നീട് ഊട്ടുപുര മാളികയിലേക്കും ക്ഷേത്രത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും സംഗീതാർച്ചന വളർന്ന് വിപുലമായി. ഏകാദശി നാളിൽ മാത്രമുണ്ടായിരുന്ന കച്ചേരി നവമി, ദശമി, ഏകാദശി തുടങ്ങി 3 ദിവസങ്ങളിലേക്കും ക്രമേണ 5, 10, 12 ദിവസങ്ങളിലേക്കും വളർന്ന് ഇപ്പോൾ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ സംഗീതോത്സവമായി മാറിയിരിക്കുകയാണ്. സംഗീതോത്സവത്തോട് അനുബന്ധിച്ച് സംഗീതജ്ഞർ ഒരുമിച്ച് ആലാപിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപത്തിനും ശിഷ്യന്മാരോടൊത്ത് തുടക്കം കുറിച്ചത് ചെമ്പൈയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിൽ സംഗീതോത്സവത്തെ മാറ്റിയെടുക്കുന്നതിലും 3000ഓളം ഗായകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കുന്നതിലും ദേവസ്വം ഭരണാധികാരികൾ പ്രകടിപ്പിച്ച ചിട്ടയായ ആസൂത്രണവും നടത്തിപ്പും എക്കാലവും ശ്രദ്ധേയമാണ്. തനിക്ക് നാദം കൊണ്ട് ലഭിച്ചതെല്ലാം ഭഗവാന് സമർപ്പിച്ച ചെമ്പൈയാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ സമർപ്പിച്ചിട്ടുള്ള ഭക്തൻ. സംഗീതം ബ്രഹ്മതത്വമെന്ന് വിശ്വസിച്ച് വിവേചനമില്ലാത്ത സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ
അത്ഭുതങ്ങൾ നടത്തി സമൂഹത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യവും കടമയും നിറവേറ്റുകയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെയ്തത്. ആ പുണ്യാത്മാവ് ഭഗൽപാദം പൂകിയിട്ട് 50 വർഷം പിന്നിട്ടു. രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ആ മഹത് വ്യക്തിയുടെ സ്മരണകൾ സംഗീതം ഉള്ളിടത്തോളം കാലം അനശ്വരമായി നിലനിൽക്കും.